अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. सच्चाई एक ऐसा वस्फ है സത്യസന്ധത എന്ന ഗുണം സ്വായത്തമാക്കാൻ മതങ്ങൾ മാത്രമല്ല പറയുന്നത്, മതവിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമായ ഓരോ വ്യക്തിയുടെയും പ്രകൃതം ഈ സദ്ഗുണം സ്വായത്തമാക്കണമെന്ന് പറയുന്നു. എന്നാൽ നാം ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ മനുഷ്യപ്രകൃതം ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ സത്യസന്ധത അതർഹിക്കും വിധം പ്രകടമാക്കുന്നില്ല. തങ്ങളുടെ സ്വയം താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് പലരും കളവിനെ ആശ്രയിക്കുന്നു. മനുഷ്യന്റെ വ്യക്തിജീവിതം മുതൽ ആഗോള തലത്തിലുള്ള ബന്ധങ്ങളിൽ വരെ സത്യസന്ധത എന്ന ഗുണം സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് വളരെ ശക്തമായി പറയപ്പെടുന്നുണ്ടെങ്കിലും സന്ദർഭം വരുമ്പോൾ അതേ ശക്തിയിൽ തന്നെ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ താൽപര്യ സംരക്ഷണത്തിനായി നിത്യജീവിതത്തിലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ജനങ്ങൾ അസത്യത്തെ ആശ്രയിക്കുന്നു. ഖൗലെ സദീദ് എന്ന് പറയുന്ന യഥാർത്ഥ സത്യസന്ധതയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. വ്യാപാരങ്ങളിൽ ലോകത്തിലെ വലിയൊരു വിഭാഗം കളവിനെ കൂട്ടുപിടിക്കുന്നു. സാമൂഹിക ബന്ധങ്ങളിലും പലപ്പോഴും കളവിനെ ആശ്രയിക്കുന്നു. രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സത്യത്തിന്റെ കഴുത്ത് ഞെരുക്കിക്കളയുന്നു. ആഗോള രാഷ്ട്രീയ രംഗത്തും ബന്ധങ്ങളും എല്ലാം അസത്യത്തെയാണ് കൂടുതൽ അടിസ്ഥാനമാക്കുന്നത്. എത്രമാത്രമെന്നാൽ സത്യത്തെ മാത്രം പ്രചരിപ്പിക്കുന്ന മതങ്ങളിൽ പോലും തത്പര കക്ഷികൾ സത്യത്തെ തുണ്ടം തുണ്ടമാക്കിയിരിക്കുന്നു. അവർ സത്യം ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെ മൂടിക്കളയുന്നു. ചിലർ പറയുന്നത് അസത്യത്തെ സത്യമാക്കി തോന്നിപ്പിക്കുന്ന അത്ര വരെ കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നാണ്.
सच जो है वो झूठ बन जाए और झूठ जो है वो सच बन जाए। അങ്ങനെ കളവ് സത്യമായി അവർക്ക് തോന്നണം. ये बेखौफी और बेबाकी സത്യത്തെ എല്ലാ തലത്തിലും हर सतह पर पामाल करने की നശിപ്പിക്കാനുള്ള ये पैदा हो ഈ നിർഭയവും ധൈര്യവും കാണിക്കാനുള്ള കാരണം यकीन नहीं, ദൈവത്തിൽ ദൃഢജ്ഞാനം ഇല്ല എന്നതുകൊണ്ടാണ്. खुदा ताला पर यकीन हो तो हर सतह पर അള്ളാഹുവിൽ इस तरह न लिया जाए जिस तरह ദൃഢവിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ ഇക്കാലത്ത് അസത്യത്തെ ആശ്രയിക്കുന്ന രീതിയിൽ ആശ്രയിക്കുമായിരുന്നില്ല. घरों में नाचातियां इसलिए बढ़ती हैं, വ്യക്തിജീവിതത്തിലും सच्चाई से काम नहीं लिया जाता, വീടുകളിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണം ना लेने की वजह സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. से इत्मीनान नहीं करता, സത്യസന്ധതയിൽ നിലനിൽക്കാത്തതു കാരണം इत्मीनान नहीं करता। ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. മാതാപിതാക്കൾ വിവിധ സന്ദർഭങ്ങളിൽ കളവ് പറയുന്നത് കുട്ടികൾ കാണുമ്പോൾ കുട്ടികളിലും കളവ് പറയുന്ന ശീലമുണ്ടായിത്തീരുന്നു. जो बाज പുതിയ തലമുറ बढ़ जाती है തെറ്റായ പ്രവർത്തനങ്ങളിൽ അകപ്പെടുന്നതിനുള്ള കാരണം कि घरों के झूठ उन्हें വീട്ടിൽ കാണുന്ന फिर उभारते हैं, അസത്യത്തോടുള്ള സ്നേഹമാണ്. यूं लाशूरी तौर पर या शऊरी तौर पर ഈ അസത്യത്തോടുള്ള വീടുകളിലെ പെരുമാറ്റം सच्चाई की അറിഞ്ഞോ അറിയാതെയോ ചില വീടുകളെ उसे തകർത്തു കളയുന്നു. जायल कर रहे होते हैं, अपने बच्चों को बर्बाद कर रहे होते हैं। തങ്ങളുടെ മക്കളെ നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. സമൂഹത്തിലുണ്ടാകുന്ന മറ്റു ബന്ധങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. मैंने कहा ഇതേപോലെ बदकिस्मती വ്യവസായങ്ങളിലുള്ള കളവ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, മുസ്ലിം നാടുകളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. सदाकत का जितना शोर मचाया जाता है സത്യസന്ധതയെയും उतना ही अमलन സ്വാത്വികതയെയും കുറിച്ച് എത്രമാത്രം വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ടോ അതേ ശക്തി തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. झूठ का सहारा लिया जाता രാജ്യത്തുള്ള രാഷ്ട്രീയങ്ങളിലും പൊതുവിൽ വ്യാജത്തെയാണ് ആശ്രയിക്കുന്നത്. है, जिनको എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ सल्लल्लाहु अलैहि वसल्लम ने सच्चाई സത്യം സ്വീകരിക്കണമെന്നും में रहने കളവിനെ പൂർണ്ണമായും വർജിക്കണമെന്നും ശക്തമായി താക്കീത് ചെയ്യപ്പെട്ടവരാണ്. हिदायत दी है, എന്നാൽ उतना ही वो झूठ का सहारा लेते हैं। അവരും गुज़श्ता दिनों पाकिस्तान में അതേ ശക്തിയിൽ कराची और കളവിനെ കൂട്ടുപിടിക്കുന്നു. एक सियासतदान കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ കറാച്ചിയിലെയും होकर സിന്ധിലെയും അവസ്ഥകൾ കണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് അവിടുത്തെ ആളുകളോട് നീരസപ്പെടുകയും तो बाद सियासतदानों അയാൾ തന്റെ ഉള്ളിലുള്ളതെല്ലാം വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ ये तबसरा किया ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ചില നിരീക്ഷകരും രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞത്, സത്യം വെളിപ്പെടുത്തുക എന്നത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവൃത്തിയല്ല എന്നാണ്. രാഷ്ട്രീയക്കാർ സത്യം പറയുമെന്ന് പ്രതീക്ഷിക്കാവതല്ല. सियासतदान नहीं है, ഇദ്ദേഹം സത്യം പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഇയാൾക്ക് വട്ടുപിടിച്ചിരിക്കുകയാണ്. बातें हैं वो गलत है, ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ അവരാരും നിഷേധിച്ചിട്ടില്ല. सच बोल रहा है इसलिए पागल है। ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇയാൾ സത്യം പറയുന്നത് കൊണ്ട് ഭ്രാന്തനായിരിക്കുന്നു എന്നാണ് जिंदगी और दुनियावी അവർ പറയുന്നത്. ഈ വ്യക്തി दाव पर लगा दिया है, ഇത് പറഞ്ഞുകൊണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതത്തെയും ഭൗതിക നേട്ടങ്ങളെയും കുരുതിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു ഭ്രാന്തന് മാത്രമേ और सदा ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധതയും വിശ്വസ്തതയും അധപ്പതനത്തിന് കാരണമാകുന്നതാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ. അതുകൊണ്ട് ഇവരുടെ കാഴ്ചപ്പാടനുസരിച്ച് सियासत और हुकूमत രാഷ്ട്രീയവും ഭരണവുമെല്ലാം അള്ളാഹുവിന്റെ വചനങ്ങളെക്കാളും ഉയർന്നതാണെന്നാണ്. लेकिन ये कहते हैं അള്ളാഹു അവന്റെ റസൂലും കളവ് പറയരുതെന്ന് പറയുന്നു. अगर नहीं बोलोगे എന്നാൽ ഇവർ പറയുന്നത് രാഷ്ട്രീയത്തിലും ഭരണത്തിനും വേണ്ടി കളവ് പറയുക, इसके बाद അത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കുന്നതാണെന്നാണ്. के मुसलमान हैं। ഇതെല്ലാമായിട്ടുകൂടി ഇവർ മുസ്ലിങ്ങൾ തന്നെ. എന്നാൽ അഹമ്മദികൾ सच्चाई की खातिर അമുസ്ലിങ്ങളും. अपने कारोबारों അഹമ്മദികൾ സത്യത്തിന്റെ സംരക്ഷണാർത്ഥം जानों को दाव തങ്ങളുടെ ജീവനും സമ്പത്തും വ്യവസായവും ഭൗതിക നേട്ടങ്ങളുമെല്ലാം പോരാട്ടത്തിൽ ഇറക്കിയിരിക്കുകയാണ്. കാരണം അവർ ഏകനായ നാഥനെ ആരാധിക്കുന്നവരാണ്. ആ ദൈവം പറഞ്ഞത് കളവ് ശിർക്കാണെന്നാണ്. जिस पर आखिरी
അവസാന ശരീഅത്ത് ഗ്രന്ഥമായ नाजिल हुई, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ പ്രവാചകനെ വിശ്വസിക്കുന്നവർ കൂടിയാണവർ. तमाम बुराइयों की ആ പ്രവാചകൻ പറഞ്ഞത് झूठ है, എല്ലാ തിന്മയുടെയും അടിവേര് കളവാണെന്നാണ്. सियासत है, ആഗോള രാഷ്ട്രീയ രംഗം നാം നോക്കുകയാണെങ്കിൽ पान हुकूमतें, മുസ്ലിം मगरबी हुकूमतें, ഭരണകർത്താക്കളായാലും പാശ്ചാത്യ ഭരണകൂടങ്ങളായാലും എല്ലാവരുടെയും അവസ്ഥ ഒന്നു തന്നെ. जो आपस के ഈ നാടുകൾ अमूमन सच्चाई का इजहार പരസ്പരമുള്ള ബന്ധത്തിൽ कुछ ना कुछ സത്യത്തെ പ്രകടിപ്പിക്കുന്നുണ്ട്. കുറച്ചൊക്കെ സത്യസന്ധത ഇവരിലുണ്ട്. दूसरे എന്നാൽ सवाल पैदा हो, मुसलमानों वाले का सवाल पैदा हो, दूसरी മറ്റു രാഷ്ട്രങ്ങളെക്കുറിച്ചാണെങ്കിൽ, വിശിഷ്യ മുസ്ലിം രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള നിലപാടാണെങ്കിൽ, മറ്റു ഭരണകൂടങ്ങളോടുള്ള നിലപാടാണെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി മറിയുന്നു. इराक पे जो हमला इन्होंने किए उसी से पता चल गया ഇറാഖിനെ ഇവർ ആക്രമിച്ചതിലൂടെ हुसैन को उतारने के लिए ഇവരുടെ തനിനിറം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. तबाह बर्बाद സദ്ദാം ഹുസൈനെ നിഷ്കാസനം ചെയ്യുന്നതിനായി ഇറാഖിനെ തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. तो फिर कह दिया അവരുടെ വിഭവങ്ങളെ പിടിച്ചെടുത്തതിനു ശേഷം जितना जुल्म അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ്. और खतरनाक हथियारों ഏതേതെല്ലാം മാരകവും ഭീകരവുമായ ആയുധങ്ങളുമായി सायों को അയൽ രാജ്യങ്ങളെയും ലോകത്തെ തന്നെയും സദ്ദാം ഹുസൈൻ തകർക്കാൻ പോകുന്നു करना चाहता है, എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭിച്ച അറിവനുസരിച്ച് ഇവിടെ ആയുധങ്ങളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ तो अब कहते हैं സാധിച്ചിട്ടില്ല എന്നവർ പറയുന്നു. इतना जुल्म പിന്നീട് ലിബിയയെ ഉന്നം വെച്ചു. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ തെറ്റായിരുന്നു എന്നാണ്. मगरबी प्रेस ही अब दे रहा है, അത്രയൊന്നും അക്രമം അവിടെ നടക്കുന്നില്ല എന്നവർ പറയുന്നു. ഇവയെല്ലാം പാശ്ചാത്യ പ്രസ്സുകൾ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. करके ഇവരുടെ നിരീക്ഷകരാണ് ഇത് പറയുന്നത്. फिर सच्चा बनने के लिए ആദ്യമാദ്യം വ്യാജമായ പ്രോപ്പഗണ്ടകൾ നടത്തി ആക്രമിക്കും. कह दिया जाता പിന്നീട് സത്യസന്ധരാണെന്ന് അറിയിക്കാനായി തങ്ങളുടെ തന്നെ മീഡിയകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നവർ പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഒന്നും ഇല്ല എന്നവർ പിന്നീട് പറയുന്നു. पाने के लिए യഥാർത്ഥത്തിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നതും അവരുടെ കളവിനെ മൂടിവെക്കാനാണ്. जो हो गया അവരുടെ ഉദ്ദേശ്യം വിഭവങ്ങളെ കൈയടക്കുക എന്നതാണ്. पानी मुहैया करते हैं, അതവർ നേടിയെടുക്കുന്നു. अगर सैकड़ों ഇതിനുള്ള അവസരവും മുസ്ലിങ്ങൾ തന്നെയാണ് നൽകുന്നത്. की दौलत രാജ്യത്തിന്റെ നൂറുകണക്കിന് ദശലക്ഷം ഡോളറുകൾ ജനങ്ങൾക്കായി ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ആ നാടുകളിൽ ഇങ്ങനെയുള്ള ഫിത്തനകളും കുഴപ്പങ്ങളും ഉടലെടുക്കുമായിരുന്നില്ല. ये ചുരുക്കത്തിൽ झूठ ആഗോളതലത്തിലുള്ള കളവിലും सदाकत को न सिर्फ छुपाने സത്യത്തെ മൂടിവെച്ചുകൊണ്ട് दियां बखेरने में अमूमन അതിനെ തകർത്ത് കളയുന്നതിലും अपना अपना ഓരോ രാഷ്ട്രവും തന്നെ അവരവരുടെ കഴിവനുസരിച്ച് പങ്കാളികളാകുന്നുണ്ട്. അവർ കരുതുന്നത് बच भी जाएं, ഇത് മുഖേന ഞങ്ങൾ രക്ഷപ്പെടുമെന്നാണ്. ഈ ലോകത്തിന് അവർ രക്ഷപ്പെട്ടാൽ തന്നെ आइंदा जिंदगी भी मिलनी है, एक आइंदा दुनिया भी है, ഒരു ഭാവി ജീവിതമുണ്ട്, तमाम हिसाब പരലോകമുണ്ട്. അവിടെ എല്ലാ കണക്കുകളും കൃത്യമായി പരിശോധിക്കപ്പെടുന്നതാണ്. दुनियादारों पर ही बस नहीं है। हम देखते हैं कि मजहब के नाम पर ഈ ഭൗതികരായവരിൽ മാത്രമല്ല കളവുള്ളത്, अलंबर മതത്തിന്റെ നാമധാരികളായവർ പോലും को रद्द करते हैं और झूठ को സത്യത്തെ ചവിട്ടിമതിക്കുകയും इसमें അസത്യത്തിന് വളരാൻ അവസരം നൽകുകയും ചെയ്യുന്നു. जो इस्लाम ഇതിൽ ഇസ്ലാമിന്റെ और പ്രതിയോഗികളുണ്ട്. हजरत सल्लल्लाहु अलैहि അവർ ഇസ്ലാമിനെതിരാണ്. वसल्लम आशिक सादिक के ഇക്കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയുടെ എതിരാളികളുമുണ്ട്. दुश्मन ताकतों അവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുമുണ്ട്. അവരും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അതേ സ്ഥാനം തന്നെയാണ് അലങ്കരിക്കുന്നത്. अपने मफादात സത്യം എന്താണെന്ന് അവർക്കറിയാം. नंबर की खातिर എന്നാൽ തങ്ങളുടെ നേട്ടങ്ങൾക്കായും അധികാരങ്ങൾക്കുമായി അവർ വ്യാജത്തെ കൂട്ടുപിടിക്കുന്നു. मजबूत करने में ജനങ്ങളുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നതിന് മത്സരിച്ചു മുന്നേറുകയാണ്. जो मसीह ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ और जमात ഗ്രന്ഥങ്ങൾ कुतुब और लिटरेचर पढ़कर വായിച്ച് दर्स ദർസ് നൽകുന്നവർ അവരിൽ പലരുമുണ്ട്. करते हैं तकरीरें
അതിൽ നിന്നും തെളിവുകൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നു. इसके अलावा इनके पास കാരണം ഇസ്ലാമിന്റെ मुखालिफिन വൈരികളെ നേരിടാൻ करने के लिए ഇവിടെ നിന്നല്ലാതെ कोई മറ്റെവിടെ നിന്നാണ് ഇവർക്ക് തെളിവുകൾ लिटरेचर नहीं। ലഭിക്കാനുള്ളത്? इस जमाने में मसीह मौद अलैहिस्सलातु അവർക്ക് मറ്റു സാഹിത്യങ്ങളില്ല. वस्सलाम का दिफा ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് അതിശക്തവും പ്രബലവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ എതിരാളികളെ നേരിട്ടിട്ടുള്ളത്. लेकिन ഇതിനെ ആർക്കും ഖണ്ഡിക്കാൻ സാധ്യമല്ല. धोखा देने के लिए कहते എന്നാൽ हैं कि हज़रत मसीह मौद अलैहिस्सलाम സാധാരണക്കാരെ വഞ്ചിക്കുന്നതിനായി പറയുന്നത് बिल्ला ये शख्स झूठा है। ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നഊദു ബില്ലാഹ് किसी ने बताया കള്ളനാണെന്നാണ്. और एक दो दफा नहीं मुख्तलिफ लोगों के ടിവിയിലെല്ലാം വന്ന് जो बड़े टीवी ദർസ് നൽകുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്ന വലിയ വലിയ അവരുടെ പണ്ഡിതന്മാരെ കുറിച്ച് ചിലർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ വീടുകളിൽ തഫ്സീർ കബീറിന്റെ വാള്യങ്ങൾ മറ്റു പുസ്തകങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ്. जाहिर करने के लिए അവർ ഇതെല്ലാം വെച്ചിരിക്കുന്നത് നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാൻ മാത്രമല്ല, അതവർ ചെയ്യുന്നുണ്ട്. फायदा उठाकर അവർ ഇതിൽ നിന്നും തെളിവുകൾ എടുത്തുകൊണ്ട് दिलाया। ദർസുകളിലും മറ്റും ഇത് ഉപയോഗിക്കുന്നു. तो इन लोगों को इस्लाम की ഇവർക്ക് बरतरी से कोई दिलचस्पी नहीं है, ഇസ്ലാമിന്റെ इसलिए अब മഹത്വം भी सच्चाई പ്രകടമാകുന്നതിൽ ഒരു रास्ते देखने के താല്പര്യവുമില്ല. ഇവർ ഒരിക്കലും സാധാരണക്കാരോട് സത്യം തിരിച്ചറിയാനുള്ള മാർഗം ഇതാണെന്ന് പറയുകയില്ല. मेहराब हाथ से न निकल जाए। ഇവരുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഇവർക്കുള്ളത്. लेकिन बहरहाल ये इनकी कोशिशें हैं और हर जमाने में ഇതാണ് ഇവരുടെ പ്രവർത്തനം. अपने किसी फरिश्तादे को भेजता है അള്ളാഹു തന്റെ വരിഷ്ഠദാസരെ അയക്കുന്ന കാലത്തെല്ലാം എതിരാളികൾ ഈ രീതിയിലാണ് പ്രവർത്തിക്കാറുള്ളത്. ठीक चलती है और എന്നാൽ तकदीर അള്ളാഹുവിന്റെ പദ്ധതിയും കൂടെ നടക്കുന്നു. അള്ളാഹുവിന്റെ പദ്ധതിയാണ് വിജയിക്കുക. സത്യത്തെയാണ് അള്ളാഹുവിന്റെ പദ്ധതി വിജയിപ്പിക്കുക. दुनिया में അതുകൊണ്ടാണ് അള്ളാഹു തആല ലോകത്തേക്ക് എപ്പോഴും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നത്. കളവ് അതിന്റെ സീമകളെ അതിലംഘിക്കുമ്പോൾ, കുഴപ്പങ്ങൾ അതിന്റെ പരിധികളെ മറികടക്കുമ്പോൾ, സത്യം വിരക്തമായി തീരുമ്പോൾ അള്ളാഹുവിന്റെ വരിഷ്ഠദാസർ അവന്റെ പ്രവാചകന്മാർ വരികയും അവർ സത്യത്തെ ലോകത്ത് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അവർ എതിർപ്പുകളുണ്ടായിട്ടും സത്യത്തിന്റെ പ്രചാരകരായി മാറുന്നു. അവർ അതിൽ മുന്നേറുന്നു. लाख रोड़े अटकाए അവരുടെ വഴിയിൽ ശത്രുപക്ഷം ലക്ഷക്കണക്കിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും അള്ളാഹുവിന്റെ വിധി വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. हमेशा इन अंबिया അള്ളാഹുവിന്റെ വിധി उस्तादों के साथ रहती है, उनकी मदद करती रहती है। यही इस जमाने में हज़रत मसीह मौऊद अलैहिस्सलातु ഈ പ്രവാചകന്മാർക്കൊപ്പമായിരിക്കും ഉണ്ടാവുക. और अल्लाह ताला के फजल से അവരെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അള്ളാഹു ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഇതാണ്. डालते हैं അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവൻ അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവർ ജൽസകൾ നടത്തുന്നു, വലിയ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു, ആക്രമം അഴിച്ചുവിടുന്നു. സെപ്റ്റംബറിന്റെ പേരിൽ പാകിസ്ഥാനിലും റബുവയിലും എല്ലാം സമ്മേളനങ്ങൾ ഇവർ നടത്തി. ഇവരുടെ പ്രമുഖ പണ്ഡിതന്മാർ അതിൽ പ്രസംഗിച്ചു. नाम रखा होता है ताजदार खत्म नबूवत कॉन्फ्रेंस। ആ സമ്മേളനത്തിന്റെ പേര് ഖത്തമുൻ നബുവത്തിന്റെ സംരക്ഷകരുടെ സമ്മേളനം എന്നാണ് വെച്ചത്. അവിടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചീത്ത പറയുകയല്ലാതെ ജമാഅത്തിനെതിരിൽ പ്രചരണങ്ങൾ നടത്തുകയെന്നല്ലാതെ सारी रात മറ്റൊന്നും തന്നെ നടക്കുന്നില്ല. इस तरह की बेहुदा कोई രാത്രി മുഴുവനും ഇவ்விதമുള്ള अल्लाह और उसके ആക്ഷേപഹാസ്യങ്ങൾ तो बहरहाल ये तो इनका हाल है, लेकिन उसके बावजूद अल्लाह ताला ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിലാണ് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇതെല്ലാം ആയിരിക്കെ മറുഭാഗത്ത് അള്ളാഹുവിന്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. अगर अल्लाह ताला की ये तकदीर ना हो, अल्लाह ताला ജമാഅത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. और उसके അള്ളാഹു തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നില്ലെങ്കിൽ, ना आए അവൻ അയച്ച വ്യക്തി വിജയിക്കുന്നില്ലെങ്കിൽ तो बिल्ला अपने वादों में गलत साबित हो। അള്ളാഹു തആല നഊദു ബില്ലാഹ് തന്റെ വാഗ്ദാനം പാലിച്ചില്ലെന്ന് പറയേണ്ടി വരും. खुदा ताला पर से മതത്തെക്കുറിച്ചും दुनिया का ईमान उठ ദൈവത്തെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചുമുള്ള
വിശ്വാസം വ്യക്തികളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. इस ईमान को कायम रखने के लिए नेक फितरतों को അതുകൊണ്ട് അല്ലാഹു തആല വിശ്വാസം വർദ്ധിപ്പിക്കാനും സൽപ്രകൃതക്കാർക്ക് ഈമാനിൽ വർധനവുണ്ടാകുന്നതിനു വേണ്ടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് അവരുടെ पुराने किस्सों വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. बयान करके अपने मानने वालों പഴയകാല സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം वाकयात ചില മതങ്ങൾ ദൃഢപ്പെടുത്തുന്നു. अपने दीन के बानी ചിലത് അടുത്തു നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അവരുടെ പ്രവാചകന്മാരുടെ സത്യത്തെ സ്ഥാപിക്കുകയും അതിൽ വിശ്വസിക്കുന്നവർക്ക് അതിൽ പ്രത്യേകം താൽപര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. इतला देकर ചിലർക്ക് അള്ളാഹു താൻ അയച്ച വ്യക്തിയെക്കുറിച്ച് വിവരം നൽകിക്കൊണ്ട് അവരെ വഴികാട്ടുന്നു. ചുരുക്കത്തിൽ അള്ളാഹു അയച്ച വ്യക്തികളുടെ സത്യസന്ധതയാണ് अपनी जिंदगी में यानी उस नबी की जिंदगी അദ്ദേഹത്തിലേക്ക് में लोगों की तवज्जो ആ വരിഷ്ഠദാസരുടെ ജീവിതത്തിൽ और कुछ ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണമായി തീരുന്നത്. मानने वालों के अमल देखकर ചിലർ അദ്ദേഹത്തെ കണ്ടും जो ചിലർ ആ പ്രവാചകന്റെ ജമാഅത്തിനെ കണ്ടും की तरफ से रहनुमाई അള്ളാഹുവിൽ നിന്നും पाकर हिदायत पाते हैं. നേർമാർഗം ലഭിച്ചുകൊണ്ട് बहरहाल जब ഹിദായത്ത് കരസ്ഥമാക്കുന്നു. सल्लल्लाहु अलैहि वसल्लम की जिंदगी നാം करते हैं തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ को लोग उस जमाने के कुफार भी सदूक व अमीन के नाम से ही जानते അക്കാലത്തെ കാഫിറുകൾ പോലും ആ മഹാത്മാവിനെ സുദൂക്ക് അമീൻ എന്ന പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. कि जब आपने अपने अजीजों മക്കയിലെ ജനങ്ങളെയും കുടുംബങ്ങളെയും से कहा कि क्या अगर मैं तुम्हें कहूं ഒരുമിച്ച് കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു, तुम्हें नजर नहीं आ रही ഈ മലക്കപ്പുറം ഒരു സൈന്യം ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? उसके पीछे से कोई फौज छुपी हो ये हो नहीं ആ सकता. സൈന്യത്തെ നിങ്ങൾ കാണുന്നില്ലെന്നത് ശരി തന്നെ. इसके बावजूद ഇത് അസംഭവ്യമായിരുന്നു. होकर कहा ആ മലക്ക് പിന്നിൽ ഒരു സൈന്യം ഒളിച്ചിരുന്നാൽ തീർച്ചയായും കാണാൻ പറ്റും. झूठ नहीं बोला. ഇതെല്ലാമായിരുന്നിട്ട് കൂടി അവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. ये दुनियादार लोग ഈ സംഭവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ जो पत्थर दे സത്യതയ്ക്കുള്ള തെളിവാണ്. പിന്നീട് അവർക്ക് തബ്ലീഗ് ചെയ്തപ്പോൾ ഈ ഭൗതികരായ മനുഷ്യർ കഠിന ഹൃദയരായവർ വിശ്വസിച്ചില്ല. അവരുടെ പര്യവസാനം വളരെ മോശമായി മാറി. अंबिया ചിലർ പിന്നീട് മുസ്ലിങ്ങളായി മാറി. सच्चाई से ചുരുക്കത്തിൽ പ്രവാചകന്മാർ के लिए തങ്ങളുടെ സത്യത മുഖേനയാണ് ലോകരെ അംഗീകരിപ്പിക്കുന്നത്. हजरत सल्लल्लाहु अलैहि वसल्लम വിശുദ്ധ ഖുർആനിൽ बयान फरमाते हुए തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ തബ്ലീഗ് ചെയ്യുമ്പോൾ ഉള്ള ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. फकत लबिस्तु ഫഖദ് मिन क़ब्ले ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. तुम्हारे दरमियान एक उम्र गुजार ഞാൻ ഇതിനു മുമ്പും ഒരു ദീർഘകാലം നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ട്. दलील है നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ? सच्चाई और खुदा ഈ തെളിവാണ് ताला के मुतालिक നുബുവ്വത്തിന്റെ തെളിവായും मैंने അള്ളാഹു അയച്ചവനാണെന്നതിനും നൽകിയിട്ടുള്ളത്. ഞാൻ कभी झूठ ഒരു ദീർഘകാലം നിങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. बोलने को आया हूँ ഞാൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാനിതാ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു. ताला पर ഇനി ഇപ്പോഴാണോ ഞാൻ കളവ് പറയുക? जिसने അതും അള്ളാഹുവിന്റെ പേരിൽ. करार दिया है और ये भी मेरी तालीम में दर्ज അവൻ കളവിനെ ഷിർക്കിനോടാണ് ഉപമിച്ചത്. അതും എന്റെ അധ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. आया ही तौहीद के क़याम के लिए है। ഞാൻ बस ये ഇവിടെ വന്നിരിക്കുന്നത് തൗഹീദ് സ്ഥാപിക്കാനാണ്. बस अंबिया की ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. हथियार പ്രവാചകന്മാരുടെ തബ്ലീഗിന്റെ സുപ്രധാന മാർഗവും ആയുധവും തന്നെ जिंदगी അവരുടെ സത്യസന്ധതയായിരുന്നു. सच्चाई की അവരുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും സത്യത്തിന്റെ തിളക്കം वो अपनी तबलीग കാണാൻ സാധിക്കുന്നതാണ്. पैगाम पहुंचाते हैं। ഇതും പറഞ്ഞുകൊണ്ടാണ് അവർ തബ്ലീഗ് നടത്തുന്നത്, തങ്ങളുടെ സന്ദേശം എത്തിക്കുന്നത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഇൽഹാം ഉണ്ടായിട്ടുണ്ട്. വലഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ ഒരു ദീർഘകാലം വരെ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? कि करीबन
ഇത് സംബന്ധമായി നുസൂലുൽ മസീഹ് എന്ന ഗ്രന്ഥത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഏകദേശം 1882 അല്ലാഹു തആല എനിക്ക് ഇപ്രകാരം വഹി ഇറക്കി, വലഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ താഖിലൂൻ. सिर्फ इशारा किया था ഇതിൽ कि कोई मुखालिफ ആലിമുൽ ഗൈബായ അല്ലാഹു പറയുന്നത്, दाग नहीं लगा सकेगा। ഒരു എതിരാളിക്കും തന്നെ നിന്റെ മുൻകാല വ്യക്തി ജീവിതത്തിൽ ഒരു ന്യൂനതയും ആരോപിക്കാൻ കഴിയില്ല എന്നാണ്. ഇപ്പോൾ എന്റെ വയസ്സ് 65 വയസ്സായിട്ടുണ്ട്. അത് എഴുതുമ്പോൾ 65ഓളം വയസ്സായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, അടുത്തുള്ളവരോ വിദൂരത്തുള്ളവരോ ആകട്ടെ, അവർക്കാർക്കും തന്നെ എന്റെ മുൻകാല ജീവിതത്തിൽ ഒരു ന്യൂനതയും ആരോപിക്കാൻ കഴിയില്ല. എന്റെ മുൻകാല ജീവിതത്തിലെ പവിത്രതയെക്കുറിച്ച് എതിരാളികളെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹുസൈൻ തന്റെ ഇഷാത്ത് സുന്ന എന്ന മാഗസിനിൽ और दावा പല പ്രാവശ്യം ശക്തമായ ഭാഷയിൽ എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും പുകഴ്ത്തി എഴുതിയതുപോലെ ഈ വ്യക്തിയെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും എന്നെക്കാളും കൂടുതൽ एक ऐसा मुखालिफ അറിയുന്നവർ മറ്റാരുമില്ലെന്നും വാദിക്കുകയുണ്ടായി. നീതിബോധത്തോടുകൂടി അദ്ദേഹത്തിന്റെ അറിവനുസരിച്ച് പ്രശംസിക്കുകയും ചെയ്തു. എന്നെ നിഷേധിക്കുന്നതിൽ തുടക്കമിട്ട വ്യക്തി പോലും വലഖദ് ലബിസ്തു ഫീകും എന്നതിന് സാക്ഷിയാണ്. एक ऐसी चीज है जो नबी के सच्चा होने के लिए और तबलीग के लिए एक बहुत बड़ा जरिया है। तभी तो अल्लाह ചുരുക്കത്തിൽ സത്യസന്ധത എന്നത് ഒരു പ്രവാചകന്റെ സത്യത്തിനും തബ്ലീഗിനുമുള്ള വലിയ മാർഗമാണ്. इस बात को അതുകൊണ്ടാണ് एक उम्र तक तो मैं रहा हूँ, कभी झूठ नहीं बोला, क्या अब बोलूंगा। इस बात को ഒരു ദീർഘകാലം अपने प्यारों की നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ടെന്നതും पेश माता ഞാൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലെന്നതും ഇനി ഞാൻ കളവ് പറയുമോ എന്നതുമുള്ള പ്രവാചകന്മാരുടെ വാക്കുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇത് എന്റെ വരിട്ടദാസരുടെ പ്രത്യേകമായ ഒരു ഗുണമാണെന്ന് അല്ലാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. दाग नहीं लगा ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഉദ്ധരണികൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ശത്രുക്കൾക്ക് പോലും ഒരു ന്യൂനതയും പറയാൻ കഴിയാതിരിക്കെ സത്യം എന്ന ഉത്കൃഷ്ട ഗുണം അദ്ദേഹത്തിൽ ഇല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? कहते रहे। हाँ ഇന്നുള്ള മൗലവിമാർ എന്ത് തന്നെ ആക്ഷേപിച്ചാലും ആക്ഷേപിച്ചു കൊള്ളട്ടെ. साबित नहीं कर सके। ഇവർ വായ കൊണ്ട് പിറുപിറുക്കുന്നെങ്കിൽ പിറുപിറുക്കട്ടെ. എന്നാൽ ഒരിക്കലും തന്നെ ഒന്നും തെളിയിക്കാൻ ഇവർക്ക് സാധ്യമല്ല. नेक नियत है और नेक नियत हो ഇന്നും खुदा ताला से हदायत और मदद मांगते हैं। സദുദ്ദേശക്കാരായവർ हज़रत मसीह मौऊद अलैहिस्सलाम की सच्चाई അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നു. अभी गुजर അള്ളാഹു അവർക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. अल्लाह ताला കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ हज़रत मसीह मौऊद अलैहिस्सलाम ചില സംഭവങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. फरमाई जिन ഏതെല്ലാം രീതിയിലാണ് पर नेक नियत അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത അള്ളാഹുവിനോട് സദുദ്ദേശത്തോടുകൂടി ഹിദായത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് അതിൽ കേട്ടതാണ്. अम्बिया एक ഈ സത്യസന്ധതയാണ് विहार उनके हर जिंदगी के हर पहलू से होता है। പ്രവാചകന്മാർ കൂടെ കൊണ്ടുവരുന്നത്. ये सच्चाई है അവരുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയിൽ നിന്നും അത് പ്രകടമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. जो मसीह मौऊद ഈ സത്യസന്ധതയാണ് നാം ലോകത്ത് പ്രകടമാക്കേണ്ടത്. अम्बिया के मानने वालों का भी നാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചവരാണ്. उसकी सच्चाई പ്രവാചകനെ അംഗീകരിക്കുന്ന ജമാഅത്തുകൾ അവർ ഏതൊരു പ്രവാചകനെയാണോ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യതയെ ലോകത്ത് പറയുക എന്നത് അവരുടെ കടമയാണ്. ലോകരെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇക്കാലത്ത് ഇസ്ലാമാണ് എല്ലാ മതങ്ങളുടെയും കേന്ദ്രമായ അവസാന മതം. തന്റെ അധ്യാപനങ്ങളെ ശരിയായ രീതിയിൽ സമർപ്പിക്കുന്ന മതം ഇത് ഒന്ന് മാത്രമാണ്. जिसमें अभी तक खुदा ताला की किताब अपनी ഈ മതത്തിൽ മാത്രമേ और इंशाल्लाह क़यामत അള്ളാഹുവിന്റെ ഗ്രന്ഥം दावा है। അതിന്റെ തനതായ രൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ വാദവും ഇത് തന്നെ. ഇത് സത്യത്തിന്റെയും ഹിദായത്തിന്റെയും ഉറവിടമാണ്. झूठ की मिलानी हो മറ്റെല്ലാ മതഗ്രന്ഥങ്ങളിലും बस इस കഥകളും കളവുകളും पास करवाना കൂടിച്ചേർന്നിരിക്കുന്നു. एक मुसलमान का फर्ज है। അതുകൊണ്ട് ഈ സത്യത്തെ ലോകത്ത് അറിയിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ का क्या रास्ता दिखाएंगे? ഭൂരിഭാഗവും തെറ്റായ പ്രവർത്തികളിൽ മുഴുകിയിരിക്കുകയാണ്.
അവർക്ക് മറ്റുള്ളവരെ സത്യബന്ധാവിൽ എങ്ങനെ നടത്താൻ സാധിക്കും? ईसाई थे, ഒരിക്കലൊരു अक्सरियत क्या बल्कि तमाम ही बैठा हुआ थे, സദസ് നടക്കുകയുണ്ടായി. तो यही बातें हो रही थी कि അതിൽ മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു. ये पैगाम लेकर आए हैं और तमाम दुनिया के लिए पैगाम है, അവിടെ ये ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തെക്കുറിച്ചും जो नेक फितर അദ്ദേഹം കൊണ്ടുവന്നത് ലോകം മുഴുവനും ഉള്ളവർക്കാണെന്നും ईसाई हों या हिंदू हों या ഈ സന്ദേശം മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ഉള്ളതാണെന്നും बात की। സൽസ് പ്രകൃതക്കാർ हिस्ट्री का प्रोफेसर था, लेकिन ആ മഹാത്മാവിന്റെ കൈകളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നതും എല്ലാം അവിടെ സംസാരിക്കുകയുണ്ടായി. ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവരെല്ലാം ഇതിൽ വന്നു ചേരും എന്നും പറയുകയുണ്ടായി. അപ്പോൾ ആ ക്രിസ്തീയ സഹോദരൻ പറഞ്ഞു, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, മതത്തോട് നല്ല ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യം മുസ്ലിങ്ങളെ ശരിയാക്കട്ടെ, എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതിയെന്ന്. ഞാൻ അതിനുള്ള മറുപടി അപ്പോൾ നൽകുകയുണ്ടായി. എന്നാൽ ഒരു യാഥാർത്ഥ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മുസ്ലിങ്ങളെ ശരിയാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. हज़रत सल्लल्लाहु अलैहि वसल्लम ने यह भी हुक्म फरमाया था, മുസ്ലിങ്ങൾ കാരണമായി ചിലപ്പോൾ ലജ്ജിക്കേണ്ടി വരുന്നു. ഏതായിരുന്നാലും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെയും സംസ്കരണത്തിനായാണ്. മുസ്ലിങ്ങളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്, ഇമാം മഹദി വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കണമെന്നായിരുന്നു. മഞ്ഞുകട്ടയിൽ മുട്ടുകുത്തിപ്പോയെങ്കിലും അദ്ദേഹത്തിൽ വിശ്വസിക്കുക. आशिक सादिक की जमात होने എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയുടെ ജമാഅത്തിൽ അംഗങ്ങളാണെന്ന് വാദിക്കുന്ന അഹമ്മദികളായ നാം लेकिन किस तरह ഈ സത്യത്തിന്റെ സന്ദേശത്തെ हमें अपने ലോകത്ത് എത്തിക്കേണ്ടതാണ്. എന്നാൽ അതെങ്ങനെ? अपनी सच्चाई की അതിനായി ആദ്യം നാം സത്യസന്ധരാണെന്ന് തെളിയിക്കേണ്ടതായി വരും. पेश करके दी। പ്രവാചകന്മാർ തങ്ങളുടെ സത്യത്തിനുള്ള തെളിവ് തങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധതയ്ക്കുള്ള മാതൃക പ്രകടിപ്പിച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. झूठ नहीं बोला, നിത്യജീവിതത്തിലുള്ള പൊതുകാര്യങ്ങളിൽ മുതൽ ताल्लुक में അതീവ പ്രാധാന്യമുള്ള പ്രശ്നങ്ങളിൽ വരെ അവർ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. हमें भी अपनी जिंदगियों में करना है। അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിലും സത്യസന്ധത നമുക്കും പ്രകടമാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്രവൃത്തിയാണ് अम्बिया के मानने वालों का है कि जिस तरह अम्बिया अपनी मिसाल देते हैं, उनके हकीकी मानने वाले भी പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവർ ചെയ്യേണ്ടത്. പ്രവാചകന്മാർ ഏതു രീതിയിൽ തങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള മാതൃകകൾ സമർപ്പിക്കുന്നുവോ അവരെ അംഗീകരിക്കുന്നവരും हमें तो സത്യസന്ധതയ്ക്കുള്ള അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ സമർപ്പിക്കുന്നവരായി മാറണം. हुक्म है, बस തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റണമെന്നാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. हमें अपनाना होगा। അതുകൊണ്ട് ഈ മാതൃകയിലൂടെ ചരിച്ചുകൊണ്ട് സത്യസന്ധതയാകുന്ന ഈ സൽസ്വഭാവത്തെ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നവരായി നാം മാറേണ്ടതാണ്. तभी हम അപ്പോഴാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ दुनिया പ്രവർത്തനത്തെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. में कामयाब हो सकते हैं। അപ്പോൾ മാത്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ यार तभी हासिल होंगे ലോകത്തെത്തിക്കുന്നതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. हमारे कामों में, हमारी बातों में എന്നാൽ സത്യസന്ധതയും അതിൽ ഉന്നത നിലവാരം കരസ്ഥമാക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലും വാക്കുകളിലും अपनी എല്ലാ തലത്തിലും തന്നെ हमारे कामों में, हमारी बातों में बरकत तभी पड़ेगी और ये സത്യസന്ധത हासिल होंगे जब हम हर सतह पर खुद अपनी जिंदगी के हर लम्हे को सच्चाई में ढालेंगे। हमारी പ്രകടിപ്പിക്കുമ്പോഴാണ് हमारी बाहर की जिंदगी और जो भी हमारा हल्का और माहौल है നമ്മുടെ ഗാർഹിക ജീവിതം മുതൽ एक मिसाल होगी, നമ്മുടെ ചുറ്റുപാടുള്ള ജീവിതം വരെ बातों में भी बरकत होगी സത്യസന്ധതയ്ക്ക് മാതൃകയായിരിക്കണം. और सच्चाई അപ്പോൾ മാത്രമേ मुतासर നമ്മുടെ വാക്കുകളിൽ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ സ്വഭാവങ്ങളും സത്യസന്ധതയും മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അഹമ്മദിയത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. अपने अमलों को ഇതിനായി നമുക്ക് सच्चाई से सजाना। കഠിന പ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു. अगर हम छोटे छोटे माली फायदे നമ്മുടെ പ്രവർത്തനങ്ങളെ झूठ का सहारा लेने लग गए സത്യത്താൽ അലങ്കരിക്കേണ്ടിയിരിക്കുന്നു. നാം അല്ലറ ചില്ലറ സാമ്പത്തിക ലാഭത്തിനായി കളവിനെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് എന്ത് സ്വാധീനമാണ് ഉണ്ടാവുക? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. തെറ്റായ രീതിയിൽ നാം കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട്, ഉദാഹരണമായി ഭരണകൂടത്തോട്, കൗൺസിലിനോട് സാമ്പത്തിക നേട്ടം കരസ്ഥമാക്കുകയാണെങ്കിൽ
നമ്മുടെ ടാക്സ് ശരിയായ രീതിയിൽ നാം നൽകുന്നില്ലെങ്കിൽ, का हर एक को पता നാം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ജമാഅത്തിന്റെ ദുഷ്പേരിന് കാരണമായി തീരുന്നതാണ്. കാരണം फिर तबलीग क्या അഹമ്മദികളെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് അഹമ്മദിയാണ് എന്ന്. പേരുദോഷം വന്നാൽ माँ से आपका ताल्लुक है തബ്ലീഗ് എങ്ങനെ നടക്കും? कि अहम ഏതൊരു बुराइयों में मुलव्वस ജമാഅത്തുമായാണോ നിങ്ങൾ बന്ധപ്പെടുന്നത്, उनके पाबंद रहते हैं। बाकी ആ ജമാഅത്തിലുള്ളവർ തിന്മയിൽ അകപ്പെടുകയില്ലെന്നതും उस शख्स അവർ നിയമത്തെ അംഗീകരിക്കുന്നവരുമാണെന്നും जो दुनिया മറ്റു മുസ്ലിങ്ങളിൽ നിന്നും വ്യത്യസ്തരാണെന്നുമുള്ള വാദം की साबित करना मुश्किल हो जाएगा। എങ്ങനെയാണ് തെളിയിക്കപ്പെടുക? കാരണം അഹമ്മദികൾ ഇക്കാലത്ത് ലോകത്തെ വഴികാട്ടാനായി വന്ന വ്യക്തിയെ വിശ്വസിച്ചവരാണ്. ये बहुत हमें अपने ഇത് തെളിയിക്കാൻ छोटी छोटी बातों का ख्याल रखना होगा। നമുക്ക് നമ്മുടെ साबित करेंगे പ്രവർത്തനങ്ങളെ ശരിയാക്കേണ്ടിയിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? की तरफ भी इस काम को फैलाने के लिए, जमात की नेकनामी के लिए बहुत कोशिश करने की जरूरत है। അതിനാൽ आने पर ജമാഅത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ വ്യക്തിപരമായ സംസ്കരണവും വരുത്തേണ്ടതിന്റെയും സൽപ്പേര് കരസ്ഥമാക്കേണ്ടതിന്റെയും അധികമായ ആവശ്യമുണ്ട്. നമ്മുടെ കളവ് പിടിക്കപ്പെടുമ്പോൾ നാം പ്രയാസത്തിൽ അകപ്പെടും എന്ന് മാത്രമല്ല, ജമാഅത്തിന്റെയും ഇസ്ലാമിന്റെയും ദുഷ്പേരിനാണ് പാത്രമായി തീരുന്നത്. ഇതേപോലെയുള്ള മറ്റു ചില ദുസ്വഭാവങ്ങളുണ്ട്. ചില യുവാക്കളുടെ മോശമായ കൂട്ടുകാരുമായുള്ള സഹവാസം, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ പോലീസ് വരെ കാര്യങ്ങൾ ചെന്നെത്തുന്നു. അവിടെ ഏതെങ്കിലും ഒരു കക്ഷി തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വിവരിക്കുന്നു. ഏതായിരുന്നാലും ഇതെല്ലാം തന്നെ ജമാഅത്തിന്റെ ദുഷ്പേരിനാണ് കാരണമായി തീരുന്നത്. സമൂഹത്തിൽ തെറ്റായ സ്വാധീനം ഇത് മുഖേന ഉണ്ടാവുകയും यानी कि അത് തബ്ലീഗിന് തടസ്സമായി തീരുകയും ചെയ്യുന്നു. भी अपने मामले ഇതുകൂടാതെ झूठ का सहारा लिया जाता കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിവരിക്കുന്ന ശീലം വളർന്നു വന്നാൽ ജമാഅത്തിനകത്തും തന്റെ കാര്യങ്ങൾ चली जाती തെറ്റായ രീതിയിൽ വിവരിക്കുന്നു. അങ്ങനെ കളവ് കാരണം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹമില്ലാത്തൊരവസ്ഥ കണ്ടുവരുന്നു. ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ बच्चियां मुझे लिख भी देते हैं, കുട്ടികളിൽ ഇത് മോശമായ സ്വാധീനം ചെലുത്തുന്നു. बाहर बाजार എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗൗരവത്തോടെ എടുക്കാറില്ല. പല കുട്ടികളും ഇത് സംബന്ധമായി എനിക്ക് എഴുതാറുണ്ട്. लेकिन ഞങ്ങളുടെ പിതാവ് പുറത്ത് സത്യസന്ധനും മാന്യനുമാണെന്ന് അറിയപ്പെടുന്നു. और सच्चाई से हटा हुआ ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവനാണെന്നും അറിയപ്പെടുന്നു. എന്നാൽ വീട്ടിനകത്ത് എന്താണ് ഞങ്ങൾക്കറിയാം. കാര്യങ്ങൾ തെറ്റായ രീതിയിൽ വിവരിക്കുന്നു. സത്യത്തിൽ നിന്നും അകന്നിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള പിതാക്കൾക്ക് മക്കളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക? का सहारा लिया जाता है। അതല്ലെങ്കിൽ കാര്യങ്ങൾ തെറ്റായി വിവരിക്കുന്ന മാതാക്കൾക്ക് മക്കളിൽ എന്ത് നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും? എന്ത് ചോദിച്ചാലും കളവിനെയായിരിക്കും അവർ കൂട്ടുപിടിക്കുക. ഞങ്ങൾ ശരിയാണെന്ന നിലപാടായിരിക്കും അവർ എടുക്കുക. അങ്ങനെയുള്ളവർ തബ്ലീഗ് നടത്തിയാൽ ഒരു സ്വാധീനം മറ്റുള്ളവരിൽ ഉണ്ടാകുകയില്ല. വീട്ടിലുള്ള കുട്ടികളിൽ പോലും ദുസ്വാധീനം ഇടുന്നവർ हो रहा है, वो बाहर क्या इस्लाह करेंगे? പുറത്ത് എന്ത് സംസ്കരണമാണ് വരുത്തുക? बस इस बात का हर अहमदी को बहुत ज्यादा ख्याल रखने की जरूरत है। अगर हम ये बात അതുകൊണ്ട് हो रही हैं और बढ़ रही हैं, ഇவ்விധം കാര്യങ്ങൾ ഓരോ അഹമ്മദിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. उन लोगों में शुमार होंगे। നമ്മിൽ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ, हम ये नारा लगाते हैं, അത് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ, നാം പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നും എന്ന് ये नारा लगाते हैं പറഞ്ഞ കൂട്ടരിൽ ഉൾപ്പെടുന്നതാണ്. सबके लिए नफरत की അഹമ്മദിയ സത്യമാണെന്ന് നാം മുദ്രാവാക്യം വിളിക്കാറുണ്ട്. യഥാർത്ഥ ഇസ്ലാം ഇതാണെന്ന് നാം പറയാറുണ്ട്. സ്നേഹം ഏവരോടും വെറുപ്പ് ആരോടുമില്ല എന്ന് നാം പറയാറുണ്ട്. എന്നാൽ ആദ്യം നാം ഈ സ്നേഹം നൽകേണ്ടത് നമ്മുടെ വീട്ടിലാണ്. को मोहब्बत അവിടെയാണ് സത്യം സ്ഥാപിക്കേണ്ടത്. माहौल को തന്റെ കുടുംബത്തിലും ബന്ധുമിത്രാദികൾക്കുമാണ് वसी से वसी तर होती चली जाएगी। ഈ സ്നേഹം നൽകേണ്ടത്. തന്റെ ജമാഅത്തിലെ വ്യക്തികൾക്ക് സ്നേഹം നൽകണം. തങ്ങളുടെ ചുറ്റുപാടിൽ ഈ സ്നേഹം നൽകണം. അപ്പോഴാണ് നമ്മുടെ സ്നേഹം വ്യാപിച്ചുകൊണ്ട് മുന്നേറുക. हमारे घरों में तो बेचैनियां हों, സത്യത്തിൽ നിന്നും സത്യം വ്യാപിച്ചുകൊണ്ടേ പോകുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഈ മുദ്രാവാക്യ വിളികളെല്ലാം അർത്ഥശൂന്യമായി തീരുന്നതാണ്. നമ്മുടെ വീടുകളിൽ അസ്വസ്ഥത നിറഞ്ഞിരിക്കുമ്പോൾ മറ്റുള്ളവരെ ഇതിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ അസ്വസ്ഥതകൾ ഇവിടെ നിന്ന് ദൂരീകരിക്കുമെന്ന് നമുക്ക് എങ്ങനെ അവരോട് പറയാൻ സാധിക്കും?
ताल्लुकात अच्छे നാം മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് സ്നേഹത്തിന്റെ തബ്ലീഗ് ചെയ്യുമ്പോൾ നമ്മുടെ അയൽവാസികളുമായുള്ള हमसाए का നമ്മുടെ ബന്ധം മോശമാണെങ്കിൽ അതിന് എന്തു വില? വിശുദ്ധ ഖുർആനിൽ അയൽവാസികളുടെ അവകാശമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൽ അയൽവാസികൾക്ക് ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളുടെ ദീനി സഹോദരൻ നിങ്ങളുടെ അയൽവാസിയാണ്. വെറും വീട്ടിനടുത്തുള്ളത് മാത്രമല്ല അയൽവാസി, आपस के ताल्लुक ജമാഅത്തിലെ സഹോദരന്മാർ നിങ്ങളുടെ അയൽവാസികളാണ്. ആ അയൽവാസിയുടെ അവകാശങ്ങൾ നൽകേണ്ടതാണ്. അതുകൊണ്ട് നാം സത്യസന്ധരാണെങ്കിൽ പരസ്പരമുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ തബ്ലീഗ് ബർക്കത്തില്ലാത്തതായിത്തീരും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. अगर तुम्हारे വിശ്വസിച്ചവരെ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനു നിങ്ങൾ പറയണം? और इससे നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ പറയുന്നത് പോലെയല്ലെങ്കിൽ हमेशा बेबरकत ഇത് കാപട്യമാണ്. ഇതിൽ को ഒരുവിധ അനുഗ്രഹവും ഉണ്ടാവുകയില്ല. दाद से എപ്പോഴും അനുഗ്രഹമില്ലാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. जिस വിശ്വാസത്തെ നിങ്ങൾ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാൽ കളങ്കിതമാക്കരുത്. आशिक के सादिक के साथ तुम जुड़ गए हो या जुड़ने का दावा करते हो, ഏതൊരു സത്യസന്ധനായ പ്രവാചകന്റെ സത്യസന്ധനായ പ്രേമിയോടൊപ്പം നിങ്ങൾ നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നുവോ कि ये शख्स झूठा है, അദ്ദേഹവുമായി നിങ്ങൾ ശരിക്കും ബന്ധം സ്ഥാപിക്കുന്നത് तो जिसके साथ ഇവൻ കള്ളനാണെന്ന് ആരും വിരൽ ചൂണ്ടാത്ത അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴാണ്. ये खुद झूठा है, ഈ വ്യക്തി കള്ളനാണെങ്കിൽ का ऐलान कर रहा है, ആരുടെ സത്യത്തെയാണോ ഈ വ്യക്തി പ്രചരിപ്പിക്കുന്നത്, ആ വ്യക്തിയുടെ സത്യസാക്ഷ്യവും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നതാണ്. कि हमारे साथ जुड़कर हमें बदनाम न करो. അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നമ്മോടൊപ്പം ചേർന്ന് നമുക്ക് सच्चाई का हथियार ചീത്തപ്പേരിന് കാരണമായി തീരരുത്. അതുകൊണ്ട് അഹമ്മദീയത്തിന്റെ नहीं, വിജയത്തിനായി സത്യസന്ധതയാണ് നാം കൂട്ടുപിടിക്കേണ്ടത്. सच्चा है. और इस तालीम ने ताक़यामत ഇസ്ലാമിന്റെ അധ്യാപനം आ हजरत സത്യമാണെന്നതിൽ യാതൊരു സംശയമില്ല. വിശുദ്ധ ഖുർആൻ സത്യമാണ്. और अब कोई नई ഈ അധ്യാപന ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ശരീഅത്ത് പ്രവാചകനാണ്. പുതിയൊരു ശരീഅത്തും പുതിയൊരു സത്യവും അള്ളാഹുവിൽ നിന്നും ഇനി വരില്ല. कि आ हजरत सल्लल्लाहु अलैहि वसल्लम के നുബുവത്തിന്റെ എല്ലാ ശ്രേഷ്ഠതകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിച്ചിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയുടെ വാദവും തികച്ചും സത്യം തന്നെ. तरक्की से വരുമെന്ന് പ്രവചിക്കപ്പെട്ട വാഗ്ദത്ത മഹദി മസീം അദ്ദേഹം തന്നെയാണ്. ഇസ്ലാമിന്റെ വിജയം फैलाने के लिए അഹമ്മദിയത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ വിജയത്തിന്റെ हमें ഭാഗമായി തീരുന്നതിനും ഈ സത്യത്തെ പ്രചരിപ്പിക്കുന്നതിനും അഹമ്മദിയുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനും വേണ്ടി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തെ സത്യസന്ധതയിൽ നിലയുറപ്പിക്കേണ്ടിയിരിക്കുന്നു. उस गलबे ഏതൊരു അധ്യാപനത്തെയാണോ നാം തബ്ലീഗ് ചെയ്യുന്നത്, मुकद्दर है. ആ അധ്യാപനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിനായി നിശ്ചയിച്ചിരിക്കുന്ന വിജയത്തിന്റെ ഭാഗമായി നാം തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ आशिक के सादिक ഇക്കാലത്ത് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം हमें हर आन പ്രേമിക്ക് നൽകിയിരിക്കുന്ന की जरूरत है कि किस വിജയ വാഗ്ദാനത്തിന് അർഹരായി നാം മരണമെങ്കിൽ घरों में നമുക്ക് ഓരോ നിമിഷവും നമ്മെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. कारोबारी मामले നാം എത്രമാത്രം സത്യസന്ധരാണെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടിലും ജമാഅത്തിന്റെ കാര്യത്തിലും നമ്മുടെ കച്ചവടത്തിലും എല്ലാം ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ പരിശോധന बेशक अहमदियत का गलबा അസ്വസ്ഥത ഉളവാക്കുന്നതാണെങ്കിൽ നാം ഇരുന്ന് गलबे को हम ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഹമ്മദിയത്തിന്റെ വിജയം സുനിശ്ചിതമാണ് ഇൻഷാ അല്ലാഹ്. वाले നിത്യവും ഈ വിജയം നാം കാണുകയും ചെയ്യുന്നു. എന്നാൽ സത്യസന്ധത പ്രകടിപ്പിക്കാത്തവർ क्रिया है ഈ വിജയത്തിന്റെ ഭാഗമായി തീരുന്നതല്ല. ഇവിടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. कि सच्चाई को पाक സത്യം हम किस तरह ലഭിച്ചതിനു ശേഷവും झूठ से पाक करने നാം നമ്മുടെ പ്രവർത്തനങ്ങളെ അസത്യത്തിൽ നിന്നും പവിത്രമാക്കാൻ എത്ര കണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. जिन्हें കളവ് ഷിർക്കാണെന്ന് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. और इसे സത്യത്തെ പ്രകടിപ്പിക്കുന്നതിനും दी हैं क्या दे रहे हैं അത് നിലനിർത്തുന്നതിനും के खिलाफ कुर्बानी ത്യാഗം വരിച്ച അഹമ്മദികൾ वो खुदाए वाहिद की ഷിർക്കിനെതിരായാണ് ത്യാഗങ്ങൾ ചെയ്യുന്നത്.
ഏകനായ അള്ളാഹുവിന്റെ ഭരണം ലോകത്ത് സ്ഥാപിക്കുന്നതിനായാണ് അവർ ത്യാഗങ്ങൾ ചെയ്യുന്നത്. कि इस बात അവർ ക്രൂരരായ ഭരണകൂടത്തിനും സംവിധാനത്തിനും വിരോധികളായ മുല്ലാവർഗത്തിനുമെതിരിൽ ജിഹാദ് നടത്തുകയാണ് ചെയ്യുന്നത്. ആ മുല്ലാവർഗം, ആ കൂട്ടർ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സമ്പത്തും സ്ഥാനവും മക്കളുടെ സ്വസ്ഥതയും വേണമെന്നുണ്ടെങ്കിൽ സത്യത്തെ കൈവിട്ട് വ്യാജത്തിനെ കൂട്ടുപിടിക്കുക എന്നാണ്. അതിനെതിരിലാണ് അവർ പോരാടുന്നത്. അതുകൊണ്ട് പുറം ലോകത്ത് താമസിക്കുന്ന അഹമ്മദികളും ഈ ത്യാഗങ്ങളിൽ പങ്കാളികളാവുക. कि सच അവർ പൊതുവിൽ സമാധാന ജീവിതമാണ് നയിക്കുന്നതെങ്കിലും कि झूठ अपनी मौत आप അസത്യം ഇല്ലാതായി തീരുന്നതിനായി സത്യത്തിന്റെ നിലവാരം അവർ ഉയർത്തുക. तो यकीनन झूठ നാം സതുദ്ദേശത്തോടു കൂടി ഇതിനായി പ്രവർത്തിക്കുകയാണെങ്കിൽ വ്യാജത്തിന് മരണമല്ലാതെ ഒളിച്ചോട്ടമല്ലാതെ മറ്റൊരു മാർഗവും അവശേഷിക്കുന്നതല്ല. അബൂ സുഫിയാൻ മക്ക വിജയ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരുന്നത് ഇതാണ്: ഞങ്ങൾ സത്യവാന്മാരായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ദൈവങ്ങൾ സത്യവാന്മാരായിരുന്നുവെങ്കിൽ, कुदरत के मालिक होते അവർ ശക്തരായിരുന്നുവെങ്കിൽ, വല്ല കഴിവും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ, ഏതൊരു നിസ്സഹായാവസ്ഥയിലാണോ താങ്കൾ ഈ മക്കയിൽ നിന്നും कोशिशें हमने പുറത്തേക്ക് പോയിരുന്നത്, താങ്കളെ നശിപ്പിക്കാൻ ഞങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ എല്ലാം നോക്കുമ്പോൾ आपकी जगह, താങ്കൾക്ക് പകരം लेकिन हमेशा की तरह ഇന്ന് ആ വിജയ സോപാനത്തിൽ ഞങ്ങളാണ് ഇരിക്കേണ്ടിയിരുന്നത്. എന്നാൽ എപ്പോഴും ഉള്ളതുപോലെ सच्चाई का इजहार करते रहे താങ്കൾ ജീവിതമാസകലം സത്യത്തിന്റെ പ്രകാശം പരത്തിയതുപോലെ, के अलावा എപ്പോഴും സത്യം മാത്രം താങ്കളുടെ നാവിൽ നിന്ന് പുറപ്പെട്ടതുപോലെ कि आपका ये ऐलान ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ നാഥൻ एक खुदा ഏകനാണെന്ന താങ്കളുടെ പ്രഖ്യാപനം വിജയിക്കുകയുണ്ടായി. की बंदगी का हक अदा करो। ആ ദൈവത്തെ ആരാധിക്കുക, അവനാണ് യഥാർത്ഥ ദൈവം എന്ന താങ്കളുടെ ഈ പ്രഖ്യാപനം സത്യമായി പുലർന്നു. और इस्लाम का खुदा यकीनन सच्चा खुदा है और उसके मानने वाले भी सच्चे। ഇസ്ലാമിന്റെ ദൈവം തീർച്ചയായും സത്യദൈവമാണ്, അവനെ വിശ്വസിക്കുന്നവരും സത്യവാന്മാരാണ്. അതുകൊണ്ട് അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനും കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിൽ പ്രവേശിച്ചു. जिसने ലോകം കണ്ട സത്യത്തിന്റെ മാതൃകയായിരുന്നു ഇത്. हक की दहलीज पर കൊടിയ ശത്രുക്കളെ പോലും സത്യത്തിന്റെ ഉമ്മറപ്പടിയിൽ നെറ്റികുത്തിപ്പിക്കുകയുണ്ടായി. ने दुनिया को തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം देखा, ലോകത്തെ के नूर മഹാവിപത്തിൽ കാണുകയും खत्म करके സത്യത്തിന്റെ പ്രകാശം മൂലം ഈ അന്ധകാരത്തെ അകറ്റി മനുഷ്യരെ ദൈവമനുഷ്യരാക്കി തീർക്കുകയുമുണ്ടായി. മുശ്രിക്കുകളെ തൗഹീദിന്റെ വക്താക്കളാക്കി മാറ്റി. മക്കയിലെ നിഷേധികളുടെ വ്യാജത്തെ സത്യവും आज ദൈവവാഗ്ദാനവും തുണ്ടം തുണ്ടമാക്കുകയുണ്ടായി. ഇന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇതേ വാഗ്ദാനമാണുള്ളത്. वादा है ആ മഹാത്മാവ് മുഖേനയാണ് इस्लाम का गलबा होना। ഇസ്ലാമിന്റെ വിജയം ഉണ്ടാകുക എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. सच्चाई को എന്നാൽ നമുക്ക് ദൈവിക മനുഷ്യരായി തീരേണ്ടത് ആവശ്യമാണ്. सच्चाई पर സത്യത്തെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തവർ നമ്മളാണ്. നാം ദീനിനെ ദുന്യാവിനേക്കാൾ മുൻഗണന നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. സത്യം ഞങ്ങൾ നിലനാട്ടുമെന്നും കളവിനെയും ചുരുക്കിനെയും ഇല്ലാതാക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തെ പ്രകടമാക്കേണ്ടതും സത്യസന്ധതയെ പുനഃസ്ഥാപിക്കേണ്ടതും അഹ്മദി ഉത്തരവാദിത്തമാണ്. കാരണം സത്യസന്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയിൽ ബൈഅത്ത് ചെയ്തുകൊണ്ട് സത്യത്തെ ലോകത്ത് പുനഃപ്രതിഷ്ഠിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ. പ്രതിജ്ഞാപാലനത്തെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കുന്നതാണ്. अगर हमने അതുകൊണ്ട് വളരെയധികം ചിന്തിക്കേണ്ട അവസ്ഥയാണിത്. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാം നമ്മെ സത്യത്തിന്റെ മാതൃകളാക്കി മാറ്റുന്നില്ലെങ്കിൽ നാം ഒരിക്കലും തൗഹീദിനെ സ്ഥാപിക്കുന്നവരായിത്തീരുന്നതല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു സത്യത്തെ പ്രചരിപ്പിക്കാനാണോ വന്നത് അതിന്റെ പ്രചാരകരായി നാം മാറുന്നതല്ല. ആ സത്യം ഇന്നേക്ക് 1400 വർഷം മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങളുടെ തന്നെ കയ്യിലിരിപ്പ് കാരണം ആ സത്യം ലോകത്ത് നിന്ന് നിഷ്കാസിതമായി തീരുകയാണുണ്ടായത്. അങ്ങനെ ലോകം
ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി എന്നുള്ള കാഴ്ചയാണ് इस्लाम को കാണിക്കുന്നത്. और आपके जरिए തന്റെ ദാസരോട് जमात का അതിരറ്റ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അല്ലാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയും അദ്ദേഹത്താൽ സ്ഥാപിക്കപ്പെട്ട ജമാഅത്ത് മുഖേനയും ഈ കുഴപ്പങ്ങളെ ഇല്ലാതാക്കാനുള്ള സംവിധാനം ഒരുക്കുകയുണ്ടായി. ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് മുഖേന उम्मीदें भी दिलाती हैं। ഒരു ജമാഅത്തിനെ സ്ഥാപിച്ചുകൊണ്ട് सतह पर നമ്മെ സത്യത്തെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള को कायम करना പ്രതീക്ഷകൾ നൽകുകയുണ്ട് ചെയ്തു. हर उस അതുകൊണ്ട് है जो अपने आप को जमात से मंसूब करता എല്ലാ തലത്തിലും ഈ കുഴപ്പത്തെ ഇല്ലാതാക്കുകയും സത്യത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് ഈ ജമാഅത്തുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്ന ഓരോ അഹമ്മദിക്കും നിർബന്ധമാണ്. ഈ കുഴപ്പങ്ങളെയും കളവുകളെയും വീടുകളിൽ നിന്നും നമുക്ക് പുറത്താക്കേണ്ടിയിരിക്കുന്നു. അവ വീട്ടിൽ ഫിത്നകൾക്ക് കാരണമായി തീരുകയാണ്. झूठ को ഈ ഫസാദിനെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ നഗരങ്ങളിൽ നിന്നും ഈ ലോകത്ത് നിന്നും ഉന്മൂലനം വരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലോകത്ത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം സഞ്ജാതമായി തീരട്ടെ. जो तमाम दुनिया के फितनों और फसादों को खत्म करने आया था। ലോകത്തുള്ള കുഴപ്പങ്ങളും ഫസാദുകളും ദൂരീകരിക്കാനായി വന്ന പ്രവാചകന്റെ അനുയായികളാണ് നാം. ताला ने फरमाया था ആ പ്രവാചകൻ ലോകത്തിൽ കാരുണ്യവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറയുന്നു, बनाकर भेजा വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. सच्चाई का बोलबाला നിന്നെ ഞാൻ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്ത് സത്യത്തെ വിജയിപ്പിച്ചുകൊണ്ട് കുഴപ്പങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് बायस बनना ഈ പ്രവാചകൻ കാരുണ്യവാനായിത്തീർന്നു. जिम्मेदारी है। അതേപോലെ ഈ സത്യവാനും കാരുണ്യവാനുമായ പ്രവാചക ചര്യ പിന്തുടരുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. इजहार से अपना गर्विदा करें, നമ്മുടെ ആളുകളെയും സത്യസന്ധതയാൽ നമ്മളിലേക്ക് ആകൃഷ്ടരാക്കുക. सिद्ध के हथियार से അവർക്ക് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം എത്തിക്കുക. बंदूकें, राइफलें और तोपें അന്യരെയും സത്യസന്ധതയുടെ जिंदगियों को खत्म करने का जरिया बनती हैं। ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുക. यार പിസ്റ്റളുകളും തോക്കുകളും പീരങ്കികളും വെടിയുണ്ടകളും കൊണ്ട് ജീവിതങ്ങളെ നശിപ്പിക്കാനേ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ നാം പ്രകടമാക്കുന്ന സത്യസന്ധത എന്ന ആയുധം ജീവൻ നൽകുന്ന ആയുധമാണ്. अल्लाह करे ഈ कि हम सच्चाई के ആയുധം എടുത്തുകൊണ്ട് ഓരോ അഹമ്മദി ഇന്ന് പോർക്കളത്തിൽ ഇറങ്ങേണ്ടതാണ്. അള്ളാഹ് നമുക്ക് സത്യത്തെ പ്രചരിപ്പിക്കുന്ന ഈ ആത്മീയ ആയുധം കയ്യിലെടുത്തുകൊണ്ട് ലോകത്തുള്ള സൽപ്രകൃതക്കാരെയും സത്യാന്വേഷികളെയും തേടിപ്പിടിച്ചുകൊണ്ട് പൈശാചികമായ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത സത്യത്തിന്റെ ഉറച്ച മതിൽക്കെട്ടുകൾ പണിയാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. जो हजरत मोहम्मद मुस्तफा സത്യത്തിന്റെ ഈ പ്രകാശം ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. नूर जो खुदा ताला के ആ പ്രകാശം तो है दुनिया में അള്ളാഹുവിന്റെ फैलता चला जाए इंशाअल्लाह। പ്രകാശത്തിന്റെ പ്രതിബിംബമാണ്. അത് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ലോകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തൗഹീദിന്റെ ദൃശ്യം കാഴ്ചവെക്കുന്നവരായി മാറട്ടെ. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. आज भी एक अफसोसनाक खबर है, एक जनाजा भी पढ़ाऊंगा मैं। ഇന്നും ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. ഞാൻ ജുമാക്ക് ശേഷം ജനാസ സംസ്കരിപ്പിക്കുന്നതാണ്. फैसलाबाद നമ്മുടെ ഒരു അഹമ്മദി സഹോദരൻ ഫൈസലാബാദിലെ നസീം അഹമ്മദ് ഭട്ട് സാഹിബിനെ 2-3 ദിവസം മുമ്പ് फैसलाबाद में शहीद कर दिया। ഫൈസലാബാദിൽ ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ വല്യപ്പ के जरिए से മുഖേനയാണ് खानदान में ഇവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വന്നത്. गुलाम मोहम्मद साहब था। ഗുലാം മുഹമ്മദ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. उनको हज़रत खलीफत मसीह सानी रज़ियल्लाहु अन्हु के दौर में बैत की सादत हासिल हुई। ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഇദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്ത് फैसलाबाद में पैदा हुए ജമാഅത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ചത്. अहमद थे। നസീം അഹമ്മദ് ഭട്ട് സാഹിബ് 1957 सितंबर बरोज़ इतवार ഫൈസലാബാദിൽ ജനിച്ചത്. आए दीवार पर ജന്മന അഹമ്മദിയായിരുന്നു. और फायरिंग कर സെപ്റ്റംബർ 4 അജ്ഞാതരായ ചിലർ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന് വെടിവെക്കുകയാണ് ചെയ്തത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 3 और 4 सितंबर की रात को ये आए थे। സെപ്റ്റംബർ 3-ന്റെയും 4-ാം തീയതിയുടെയും ഇടയിലുള്ള രാത്രിയിലാണ് അവർ വന്നത്. में आपको उठाया और आपको नींद അദ്ദേഹം മുറ്റത്ത് കിടന്നുറങ്ങുകയായിരുന്നു. फायर पे അദ്ദേഹത്തെ വിളിച്ചുണർത്തി ഉറക്കച്ചടവിൽ തന്നെ വെടിവെച്ചു. 2 വെടി വയറ്റിലും जाया गया। 1 നടുവിലുമാണ് ഏറ്റത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു. സെപ്റ്റംബർ 4 കാലത്ത് അദ്ദേഹം വഫാത്താവുകയുണ്ടായി. शहादत से कबल गोलियां लगने के बाद
खुद को വെടിയേറ്റതിനു ശേഷം സ്വയം തന്നെ നിയന്ത്രിക്കുകയും सुनते रहे। आपके छोटे भाई वसीम अहमद भट्ट साहब 1994 में തന്റെ ഭാര്യയോട് ധൈര്യമായിരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ വസീം മുഹമ്മദ് ഭട്ട് സാഹിബ് को में 1994 അദ്ദേഹത്തിന്റെ മൂത്താപ്പയുടെ മകൻ നസീർ അഹമ്മദ് സാഹിബിന് കഴിഞ്ഞ വർഷവും ഷഹീദാക്കപ്പെടുകയുണ്ടായി. मुकर्रम वसीम भट्ट साहब की उम्र 54 ആ സമയങ്ങളിൽ ഉന്നതമായ ക്ഷമയും സഹനവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഷഹാദത്ത് സമയത്ത് നസീം ഭട്ട് സാഹിബിന്റെ വയസ്സ് 54 ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. സൽസ്വഭാവിയും ഉന്നത വ്യക്തിത്വവും ധൈര്യശാലിയും ആയിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും പങ്കാളിയാകുമായിരുന്നു. ജമാഅത്തിന് ചന്ത കൃത്യമായി നൽകിയിരുന്നു. नमाज जुमा बाकायदगी के साथ ബൈത്തുദ്ദിഖർ മസ്ജിദ് വീടിന് അല്പം ദൂരെയായിരുന്നെങ്കിലും നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി അനുഷ്ഠിക്കുമായിരുന്നു. ജമാഅത്തിന്റെ നിസാമുമായി വളരെ ആത്മാർത്ഥമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. സാധാ പ്രകൃതിയായിരുന്നു. ഭാര്യ മക്കളോട് വളരെ സ്നേഹവാത്സല്യമായിരുന്നു. नुमाया സൃഷ്ടി സേവനം വളരെ മുഴച്ചു നിന്നിരുന്നു. इनकी लवायकीन में अहलिया आसिया ഭാര്യ ആസിയ നസീം സാഹിബിനെ കൂടാതെ 4 പെൺകുട്ടികളുണ്ട്. സുന്ദസ്നാസ് शादीशुदा हैं। अल्लाह अब्बास साहब की വിവാഹിതയാണ്. साहिबा ये भी शादीशुदा हैं। നദാര നൂർ സാഹിബ വിവാഹിതയാണ്. സാറ കൗസർ സാഹിബ വിവാഹിതയാണ്. की 9वीं क्लास में पढ़ रही हैं। ഷമായില കമർ സാഹിബ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 11 साल സാഫിർ റംസാൻ സാഹിബ് पढ़ रहा है। ആണ് ഒരു മകൻ. 11 വയസ്സാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. खातिब आ गया था। കഴിഞ്ഞ വർഷം ഒരു മകൻ രോഗം കാരണം 22ാം വയസ്സിൽ വഫാത്തായിരുന്നു. अल्लाह ताला मरहूम के दर्जात അള്ളാഹു മർഹൂമിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. സംതൃപ്ത കുടുംബാംഗങ്ങൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. बात जैसे ഞാൻ പറഞ്ഞതുപോലെ ജമാ നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله ये शहीद हुए हैं। इनके 2 दिन बाद ഇദ്ദേഹം ഷഹീദായതിനു ശേഷം ഫൈസലാബാദിലെ സെക്രട്ടറി ഉമൂറെ ആമയ്ക്കു നേരെയും 2-3 ദിവസത്തിനു ശേഷം വെടി की गई। വെക്കുകയുണ്ടായി. 4 വെടിയുണ്ടകൾ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. क्रिटिकल हालत थी। ഇതേവരെ അപകടകരമായ അവസ്ഥയിലായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ സ്ഥിതി നല്ലതാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടലിലാണ് കൂടുതൽ ക്ഷതമേറ്റത്. അതിന്റെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ചില ഭാഗം ശരിയാക്കിയിട്ടുണ്ട്. വയറ്റിനാണ് വെടിയുണ്ട ഏറ്റത്. കഴുത്തിനും കൈക്കും വെടി ഏറ്റിട്ടുണ്ട്. അതേപോലെ ഇന്നലെ ലാഹോറിൽ ഒരു അഹമ്മദിയെ കാർ തടഞ്ഞു നിർത്തി വെടിവെക്കാൻ ശ്രമിച്ചു. ഒരു വെടിയുണ്ട പാഴാവുകയും മറ്റത് ചലിക്കുകയും ചെയ്തില്ല. എതിർപ്പ് വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പാകിസ്ഥാനി അഹമ്മദികൾക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യുക. അല്ലാഹു തആല അവരെ എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. ഇബാദല്ലാഹി റഹിമകുമുല്ലാഹ് ഇന്നല്ലാഹ യഅമുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാനി وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.